ഫ്രണ്ട്സ്, അങ്ങനെ 2024 എന്നുള്ള ഈ ഒരു വർഷം അതിൻ്റെ ഏറ്റവും അവസാനത്തിലോട്ട് എത്താറായിരിക്കുകയാണ് അല്ലേ. സോ അടുത്ത വർഷവും ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തുടർന്ന് കാണണമെന്ന് നിർബന്ധമില്ല. ബട്ട് ലൈഫിലേക്ക് നല്ല ചേഞ്ചസ് കൊണ്ടുവരണം, ലൈഫിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അതിൻ്റെ അവസാനം വരെ കാണുക. കണ്ടാൽ മാത്രം പോരാ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക കൂടി ചെയ്യുക. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ലോകത്തിൽ ലഭിക്കുന്നത് 24 മണിക്കൂറുകൾ മാത്രമാണ് അല്ലേ. സോ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്ന ഈ ഒരു 24 മണിക്കൂറുകളാണ് നിങ്ങളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത് അതിനുള്ള കാരണമെന്നുള്ളത് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ഹാബിറ്റ്സാണ്. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്സാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. നല്ല ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കും, എന്നാൽ മോശം ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിനെ വളരെ വേഴ്സ്റ്റ് ആക്കി മാറ്റും. സോ നമ്മളുടെ ഹാബിറ്റ്സിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെയും നമുക്ക് മാറ്റാൻ സാധിക്കും. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു 6 ഹാബിറ്റ്സ് മസ്റ്റായിട്ടും ഓരോരുത്തരും അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഹാബിറ്റാണ് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ മോർണിംഗ്. ഫ്രണ്ട്സ്, ദിവസവും നമുക്ക് രാവിലെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാമതായിട്ട് നല്ല ഡ്രീംസ് കണ്ട് നമ്മളുടെ ബെഡിൽ അങ്ങനെ കിടക്കുക. രണ്ടാമതായിട്ട് നമ്മളുടെ ബെഡിൽ നിന്ന് എണീറ്റ് നമ്മളുടെ ഡ്രീംസിനെ നമുക്ക് ചേസ് ചെയ്യാം. ബട്ട് ഭൂരിഭാഗം ആളുകളും ഒരു ഡ്രീമർ മാത്രമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവരുടെ മൊബൈൽ എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയാസ് സ്ക്രോൾ ചെയ്ത് ആ ഒരു സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ആളുകളുടെ ലൈഫുമായിട്ട് അവരുടെ ലൈഫിനെ കമ്പയർ ചെയ്ത് രാവിലെ തന്നെ ഒരു ലൂസർ മൈൻഡ് സെറ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ രാവിലെ എണീറ്റ ആദ്യത്തെ 2 മണിക്കൂർ എന്നുള്ളത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, ബുക്ക് വായിക്കാം, ജേർണലിംഗ് ചെയ്യാം, പുതിയ സ്കിൽസ് ലേൺ ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യുക. നമ്മൾ പൊതുവേ പറയും എ ഗുഡ് ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്നുള്ളത്. സോ രാവിലെ തന്നെ അന്നേ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ആ ഒരു ഡേ തന്നെ വിൻ ചെയ്ത ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കുക. സോ നിങ്ങളുടെ മോർണിംഗിനെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു പെർഫെക്റ്റ് മോർണിംഗ് റൂട്ടീനെ പറ്റി നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിലുള്ള ഐ ബട്ടണിൽ വരും, നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. നമ്പർ 2, ലിമിറ്റ് യുവർ അവൈലബിലിറ്റി. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ടും അവൈലബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ പതിയെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വാല്യൂ കുറഞ്ഞു വരും. നിങ്ങളൊരു ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക എപ്പോഴാണെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ വാല്യൂ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ സൂര്യൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കുറച്ച് സമയത്തേക്ക് സൂര്യൻ്റെ പ്രസൻസ് നമ്മളുടെ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ്. അല്ലെങ്കിൽ പുറത്തിപ്പോൾ നല്ല മഴയാണെങ്കിൽ എത്രത്തോളം മഴ പെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ സൂര്യനോടുള്ള ഒരു വാല്യൂ എന്നുള്ളത് നമുക്ക് കൂടി വരും. എന്നാൽ ഇതേ സൂര്യൻ്റെ ചൂട് വളരെ കൂടുതലാണെങ്കിലോ ആ ഒരു സൂര്യൻ്റെ ചൂട് എന്നുള്ളത് നമുക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും, സൂര്യനോടുള്ള ഒരു വാല്യൂ കുറയുകയും ചെയ്യും. സോ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യവും. നമ്മളിപ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റ് എന്നുള്ളത് കുറഞ്ഞു വരും. സോ നിങ്ങളുടെ അവൈലബിലിറ്റി എന്നുള്ളത് എപ്പോഴും ലിമിറ്റഡ് ആക്കി മാറ്റുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിലുള്ള ഡ്രീംസിനും ഗോൾസിനും ആയിരിക്കണം. സോ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈമിനെ നന്നായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. നമ്പർ 3, ബി ഡിസിസീവ്. ഡിസിസീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിനെയാണ്. ആർക്കൊക്കെയാണോ ഒരു സ്ട്രോങ് ഡിസിഷൻ അവരുടെ ലൈഫിൽ എടുക്കാൻ സാധിക്കുന്നത്, അതിനുശേഷം അതിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അവരുടെ ലൈഫ് എന്നുള്ളത് ഗ്രോത്ത് സ്റ്റേറ്റിലേക്ക് പോകും. എന്നാൽ ആരൊക്കെയാണോ എപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഡിസിഷനും അവരുടെ ലൈഫിൽ എടുക്കാൻ സാധിക്കാത്തത്, അവരുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് 0 സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ നിങ്ങളും ഒരു ഡിസിസീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിട്ട് മാറണം. ഇതെന്നുള്ളത് ഒരു സീക്രട്ട് പവർ പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഒരു ആവറേജ് ഡിസിഷൻ ആണെങ്കിൽ പോലും അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡിസിഷനേക്കാളും അത് പവർഫുള്ളായിരിക്കും. എക്സാമ്പിളായിട്ട് 2007 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന പ്രഥമ T20 വേൾഡ് കപ്പ് ഫൈനലിൻ്റെ അവസാനത്തെ ഓവർ എറിയാൻ അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണി പന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോഗീന്ദർ ശർമ്മയ്ക്കായിരുന്നു. ആ ഒരു സമയത്ത് കമൻറ്റേറ്റേഴ്സ് എല്ലാവരും പറഞ്ഞത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹർഭജൻ സിംഗിന് ആ ഒരു ഓവർ എറിയാൻ കൊടുക്കാനായിരുന്നു. ബട്ട് ധോണി വളരെ ബോൾഡായിക്കൊണ്ട് ആ ഒരു ഓവർ എറിയാൻ ജോഗീന്ദർ ശർമ്മയ്ക്ക് പന്ത് കൊടുക്കുകയാണ്. ആ ഒരു പ്ലാൻ വർക്കാവുകയും പിന്നീട് ഇന്ത്യ ആ ഒരു വേൾഡ് കപ്പ് വിജയിക്കുകയും ചെയ്തു. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക, അതിൻ്റെ മേലെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്പർ 4, ചൂസ് റൈറ്റ് സാക്രിഫൈസസ്. നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ചില സാക്രിഫൈസുകൾ ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം.
നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ സാക്രിഫൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് തന്നെ ഒരു സാക്രിഫൈസ് ആയിട്ട് മാറും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും കുറച്ച് സമയം വീഡിയോ ഗെയിംസ് കളിച്ചതുകൊണ്ടോ സോഷ്യൽ മീഡിയാസിൽ ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന്. എന്നാൽ ഇവിടെ ആക്ച്വലി സാക്രിഫൈസ് ആകുന്നത് നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യലാണ്. ഹൈ വാല്യൂ ആളുകൾക്കറിയാം അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണമെന്ന്. ഇതിനർത്ഥം നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ഹാപ്പിനെസ്സും നിങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ളതല്ല. നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അൺപ്രൊഡക്റ്റീവാക്കി മാറ്റുന്ന, നിങ്ങളുടെ ടൈമിനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന, നിങ്ങളുടെ ഗോൾസിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിരിക്കണം. ബട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാക്രിഫൈസ് എന്നുള്ളത് അതൊരിക്കലും തന്നെ അത്ര ഈസി ആകില്ല, എസ്പെഷ്യലി യങ് ഏജിൽ. കാരണം ഈ ഒരു സമയത്ത് നമ്മളുടെ മൈൻഡ് എപ്പോഴും പോവുക ഹാപ്പിനെസ്സിൻ്റെ പിറകെ ആയിരിക്കും. ബട്ട് റിമെമ്പർ, നിങ്ങൾ ഇത്തരത്തിൽ ടൈം പാസ് ചെയ്ത് വേസ്റ്റ് ചെയ്ത് കളയുന്ന നിങ്ങളുടെ ഇതേ സമയത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സക്സസ്സിനായിട്ടും പ്രോഗ്രസ്സിനായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നമ്പർ 5, നാച്ചുറൽ ഫുഡ്. നിങ്ങളുടെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഇതോടുകൂടി നിർത്തുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും കാണാൻ സാധിക്കും. നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ബോഡിയെ വീക്കാക്കി മാറ്റും, നിങ്ങളുടെ മൈൻഡിൻ്റെ ക്ലാരിറ്റിയും കുറയും. നമ്മളിപ്പോൾ ഈ ഒരു ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുമെങ്കിലും അത് നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും വളരെ വീക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇനി മുതൽ നിങ്ങൾ കൂടുതലായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. ഇതിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുക. നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൻ്റെ 80% നാച്ചുറൽ ഫുഡ്സ് ആയിരിക്കണം. ഇതെന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട സാക്രിഫൈസുകളിൽ ഒന്നാണ്. നമ്പർ 6, സെൽഫ് ഡിസിപ്ലിൻ. നമ്മളീ ഒരു വീഡിയോയിൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അതൊക്കെ വേസ്റ്റായിട്ട് പോകും നിങ്ങളിൽ നല്ലൊരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ. എല്ലാവർക്കും സെൽഫ് ഡിസിപ്ലിൻ്റെ പ്രാധാന്യം അറിയാം, ബട്ട് എല്ലാവരും തന്നെ ഇതിൽ ഫെയിലായിട്ട് പോകുന്നു. സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് ആക്ച്വലി നിങ്ങളുടെ ഗോൾസിൻ്റെ മേലെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോസസ്സിങ് സ്റ്റേജാണ്. ഇതിലൂടെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നിങ്ങൾക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് അതൊരു മസിൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം അതിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ അത് വളരെ സ്ട്രോങ് ആയിട്ട് മാറും. നല്ലൊരു സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും കുറവായിരിക്കും. സോ ഒരു ലോ സെൽഫ് എസ്റ്റീം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, വലിയ ഗോൾസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ഉള്ളിലുള്ള ലിമിറ്റേഷൻസിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ സ്ട്രോങ് ഹാബിറ്റ്സ് നിങ്ങളിൽ ബിൽഡ് ചെയ്യാൻ. സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് ഇതൊരു ടാസ്കോ സൊല്യൂഷനോ ഒന്നുമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൻ്റെ കാര്യങ്ങളിൽ വളരെ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറാൻ സാധിക്കും. സോ നിങ്ങളുടെ ആ ഒരു സക്സസ്സിലേക്കുള്ള ജേണി എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മാറും. നിങ്ങൾ വെൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസൈഡ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. സോ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് ഇത് നിങ്ങളെ സക്സസ്സിലേക്ക് മാത്രമല്ല നയിക്കുന്നത്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങളെ ജീവിക്കാനും ഇത് സഹായിക്കും. സോ ലൈഫിൽ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. മോർണിംഗ് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റൂട്ടീനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. Stay strong, stay positive, stay motive.